നമസ്കാരം. ഓരോ നക്ഷത്രക്കാർക്കും വിഭിന്നമായ സൗഭാഗ്യങ്ങൾ തേടി എത്തുന്നതാകുന്നു. അത്തരത്തിൽ ജ്യോതിഷപ്രകാരം 27 നക്ഷത്രക്കാർക്കും വിഭിന്ന തരത്തിലുള്ള അഷ്ടൈശ്വര്യങ്ങൾ തന്നെ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന അഷ്ടൈശ്വര്യങ്ങൾ ഏതെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. പറഞ്ഞു വരുന്നത് അശ്വതി നക്ഷത്രക്കാരുടെ കാര്യമാകുന്നു. അശ്വതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഇത്തരം സൗഭാഗ്യങ്ങളെക്കുറിച്ചും ഇവർ താമസിക്കുന്ന വീടുകളിൽ വന്നു ചേരുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. വെള്ളിയാഴ്ച നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും പ്രത്യേകം രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രദ്ധിക്കുക. പൊതുവെ അശ്വതി നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് പറയുകയാണ് എങ്കിൽ യൗവനം നിലനിർത്തുവാൻ സാധിക്കുന്ന ഒരു നക്ഷത്രക്കാരാണ് എന്ന് തന്നെ പറയാം. പെട്ടെന്ന് നോക്കുകയാണ് എങ്കിൽ അവർക്ക് പ്രായം അധികം തോന്നില്ല എന്നതാണ് വാസ്തവം. കൂടാതെ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുവാനും ഏതൊരു കാര്യം ഏൽപ്പിച്ചാലും അത് അത്തരത്തിൽ ശരിയായ രീതിയിൽ തന്നെ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നവരാണ് പൊതുവെ അശ്വതി നക്ഷത്രക്കാരായ വ്യക്തികൾ. ഊർജ്ജസ്വലതയോടെ നിലനിൽക്കുവാൻ ഇവർക്ക് സാധിക്കുന്നവർ തന്നെയാകുന്നു. എന്നാൽ പലപ്പോഴും മേധാവിത്വം ഇവർ കുടുംബത്തിൽ പ്രകടമാക്കുന്നതാണ്. ഇവരാണ് അധികാരികൾ എന്ന രീതിയിൽ ഇവർ പലപ്പോഴും പെരുമാറുന്നതാകുന്നു. വീടുകളിൽ ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ ഇവർ പ്രകടിപ്പിക്കും എന്ന് തന്നെ പറയാം. എന്നാൽ ഏത് ചുമതലയാണ് എങ്കിലും അത് ധൈര്യപൂർവം ഏറ്റെടുക്കുകയും അതിൽ വിജയങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്യുന്നവരാണ് പൊതുവെ അശ്വതി നക്ഷത്രക്കാരായ വ്യക്തികൾ. ഇതിവരുടെ ഒരു പ്രത്യേകതയായി തന്നെ പറയാം. അതിനാൽ തന്നെ ചുമതലകൾ ധൈര്യത്തോടെ ഏൽപ്പിക്കുവാൻ മറ്റുള്ളവർ സന്നദ്ധരാകും എന്ന കാര്യവും ഓർക്കുക. അത്തരത്തിൽ ഒരു സ്വഭാവ സവിശേഷതയും അശ്വതി നക്ഷത്രക്കാർക്ക് ഉള്ളതാകുന്നു. ജീവിതത്തിൽ അധ്വാനിച്ച് ഉയരങ്ങളിൽ എത്തണം, അത്തരത്തിലൊരു ചിന്താഗതി ഉള്ളവരാണ് പൊതുവെ അശ്വതി നക്ഷത്രക്കാരായ വ്യക്തികൾ. അതിനാൽ തന്നെ അധ്വാനത്തിലൂടെ ഉയർച്ച നേടുവാൻ, ഇവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഫലങ്ങൾ വന്നു ചേരുവാൻ, ഇവർ അധ്വാനിക്കുന്നതിൻ്റെ ശരിയായ രീതിയിലുള്ള പ്രതിഫലം ഇവരിലേക്ക് വന്നു ചേരുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതാകുന്നു. അതിനാൽ അധ്വാനിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ഇവർക്ക് വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്യങ്ങളുണ്ട് എങ്കിൽ ആ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്കതിന് സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതാകുന്നു. ലക്ഷ്യസ്ഥാനത്ത് ശരിയായ രീതിയിൽ എത്തിച്ചേരുവാൻ ഇവർക്ക് സാധിക്കുന്നവരാകുന്നു. അതിനാൽ അത്തരത്തിലുള്ള സൗഭാഗ്യവും ഇവരെ തേടിയെത്തും. ആധ്യാത്മികമായി വളരെയധികം താല്പര്യമുള്ളവരും ഭാവിയിൽ ആധ്യാത്മിക കാര്യങ്ങളോട് കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുകയും ആധ്യാത്മികമായ കാര്യങ്ങൾക്കായി കൂടുതൽ സമയം ചിലവഴിക്കുന്നവരുമായി മാറും എന്ന കാര്യവും ഓർക്കേണ്ടതാകുന്നു. ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട ജോലി ഇവർക്ക് ഏറ്റവും അനുകൂലമാണ് എന്ന് തന്നെ പറയാം. ആരോഗ്യമേഖലയിൽ ഇവർ പ്രവർത്തിക്കുകയാണ് എങ്കിൽ തീർച്ചയായും പെട്ടെന്ന് ഉയർച്ച നേടുവാൻ സാധിക്കും. ഇവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവർ മരുന്ന് രോഗിക്ക് നൽകുകയാണ് എങ്കിൽ ആ രോഗി പെട്ടെന്ന് സൗഖ്യം പ്രാപിക്കും, അല്ലെങ്കിൽ അവർക്ക് അല്പം ആശ്വാസം ലഭിക്കും, പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങൾ നടക്കും എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. അശ്വതി നക്ഷത്രക്കാർക്ക് അത്തരത്തിൽ ഒരു ഭാഗ്യം ഉള്ളവർ തന്നെയാകുന്നു, അഥവാ കഴിവുള്ളവരാണ് എന്ന് തന്നെ പറയാം. അതിനാൽ അശ്വതി നക്ഷത്രക്കാർ പ്രത്യേകിച്ചും ആരോഗ്യമേഖലയിൽ തിളങ്ങുന്നവരാണ് എന്ന് തന്നെ പറയാം. മറ്റുള്ളവർക്ക് ഉപദേശങ്ങൾ നൽകുകയും അവരെ ശരിയായ വഴിയിലൂടെ നടത്തുവാൻ പ്രത്യേകമായി താല്പര്യപ്പെടുകയും അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നവരാണ് ഇവർ. ഒരു വ്യക്തി അപകടത്തിലാണ് എങ്കിൽ പോലും ഉപദേശങ്ങളിലൂടെ ആ വ്യക്തിയെ ശരിയായ രീതിയിൽ നടത്തുവാൻ, അല്ലെങ്കിൽ അവരെ വിജയത്തിലേക്ക് എത്തിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നവരാണ് എന്നതും പ്രത്യേകതയായി തന്നെ പറയാം. ആരാണ് എങ്കിൽ പോലും അവർക്ക് സഹായം നൽകുന്നവരാണ് ഇവർ. അപരിചിതരായ വ്യക്തികളാണ് എങ്കിൽ പോലും അവർക്ക് പോലും സഹായങ്ങൾ നൽകുന്ന വ്യക്തികളാണ് പൊതുവെ അശ്വതി നക്ഷത്രക്കാർ. ഇവർ മനസ്സറിഞ്ഞ് മറ്റുള്ളവരെ സഹായിക്കുകയും മറ്റുള്ളവർക്ക് നന്മ വരണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് തന്നെ പറയാം. എന്നാൽ
മറ്റൊരു കാര്യം കൂടിയുണ്ട്. വളരെ അഭിമാനികളാണ് ഇവർ. അതിനാൽ തന്നെ തങ്ങളുടെ അഭിമാനത്തിന് ക്ഷതം സംഭവിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർ പിന്നോക്കം നിൽക്കുന്നവരാകുന്നു. കൂടാതെ തങ്ങളുടെ അഭിമാനത്തിന് ക്ഷതം സംഭവിക്കുകയാണ് എങ്കിൽ പിന്നീടവർ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കില്ല എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. കൂടാതെ ആരും അവരെ അപമാനിക്കുന്നതിനോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പറയുന്നതിനോ ഒട്ടും താല്പര്യമല്ല. അത്തരം വ്യക്തികളുമായി ആ ബന്ധം അവസാനിപ്പിക്കാൻ പോലും ഇവർ തയ്യാറാകും എന്ന കാര്യവും ഓർക്കേണ്ടതാകുന്നു. എത്ര വലിയ പ്രതിസന്ധികളാണ് എങ്കിലും ആ പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള ബുദ്ധി ഇവർക്കുണ്ട്. അതിനാൽ തന്നെ ഇവർ ആ പ്രതിസന്ധികളെ വളരെ ഭംഗിയായി തന്നെ തരണം ചെയ്യുന്നവരാകുന്നു. അതിനാൽ അല്പം ശ്രദ്ധിച്ച് പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ സാധ്യമാകും എന്ന കാര്യവും ഓർക്കുക. ശാന്തതയോടെ തന്നെ പല അവസരങ്ങളിലും ഇത്തരം അവസ്ഥകളെ ഇവർക്ക് പ്രതിരോധിക്കുവാൻ സാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സാധിക്കുന്നവരാണ് എന്ന് തന്നെ പറയാം. കൂടാതെ ഔദ്യോഗികമായ കാര്യങ്ങളിൽ ഇവർ വിജയങ്ങൾ കാണുന്നവരാകുന്നു. ഔദ്യോഗികമായ ജോലി കാര്യങ്ങളിലോ മറ്റോ ഇവർക്ക് വളരെയധികം വിജയങ്ങൾ നേടുവാനും മറ്റുള്ളവരുടെ പ്രശംസ നേടിയെടുക്കുവാനും ധനപരമായ നേട്ടങ്ങൾക്കും സാധ്യത കൂടുതലുള്ള നക്ഷത്രക്കാരാണ് എന്ന് തന്നെ പറയാം. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. 30 വയസ്സ് വരെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ നടക്കുവാൻ സാധ്യത അല്പം കുറവാണ്. തീരെ നടക്കില്ല എന്നല്ല പറയുന്നത്, പക്ഷേ സാധ്യത വളരെ കുറവ് തന്നെയാകുന്നു. അതിനാൽ 30 വയസ്സ് വരെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ, ജോലിയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ വന്നു ചേരുക, അതേപോലെ വിവാഹ കാര്യങ്ങളിൽ തടസ്സങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ മുന്നോട്ട് പോകണം എന്നില്ല. അത് നിങ്ങൾക്ക് വളരെയധികം വിഷമങ്ങൾ നൽകും എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു. എന്നാൽ 30 വയസ്സിന് ശേഷം നിങ്ങളുടെ ജീവിതം മാറിമറിയും എന്ന് തന്നെ പറയാം. കാരണം 30 വയസ്സിന് ശേഷം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പല കാര്യങ്ങളും സ്വന്തമാക്കുവാനും സ്ഥിരതയാർന്ന ജോലി ലഭിക്കുകയോ അല്ലെങ്കിൽ വിദേശത്ത് ജോലി ലഭിക്കുകയോ തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. ബിസിനസ് പരമായും നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ ഈ സമയം ഇവർക്ക് സാധിക്കും എന്ന് തന്നെ പറയാം. അത്തരത്തിൽ 30 വയസ്സിന് ശേഷം ഇവർക്ക് അനുകൂലമായ സമയം ആരംഭിക്കുക തന്നെ ചെയ്യും. കൂടാതെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, കുടുംബവുമായി ബന്ധപ്പെട്ടും വളരെ അനുകൂലമായ ഫലങ്ങൾ ഇവർ ജീവിതത്തിൽ നൽകുന്നവരാകുന്നു. കുടുംബത്തിന് ഉയർച്ച, അച്ഛന് ജോലിയിൽ നേട്ടങ്ങൾ, അതല്ല എങ്കിൽ ബിസിനസ് പരമായി നേട്ടങ്ങൾ വന്നു ചേരുക, അത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ വന്നു ചേരാം. ഇത് അമ്മയ്ക്കും ബാധകമാണ് എന്ന് തന്നെ പറയാം. അമ്മയ്ക്കും ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ തേടിയെത്തും. അത്തരത്തിൽ അശ്വതി നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേ ഇരിക്കും എന്നതാണ് വാസ്തവം. എന്നാൽ ഈ പരാമർശിച്ചിരിക്കുന്നത് എല്ലാം തന്നെ പൊതുഫലപ്രകാരമാകുന്നു. പൊതുഫലപ്രകാരമാണ് എങ്കിൽ പോലും 70-80% വ്യക്തികൾക്കും ഈ ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകും. എന്നാൽ നിങ്ങളുടെ ജാതകപ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്ന് ചേരാവുന്നതുമാകുന്നു.